ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലേണിഫൈ. അപ്പോൾ നമ്മൾ ഒരു അൾട്ടിമേറ്റ് കമ്പാക്റ്റിലെ അതിന് നമ്മുടെ ഓണം എക്സാമിനേഷൻ കഴിഞ്ഞു. ക്രിസ്മസ് എക്സാമിനേഷൻ നമ്മുടെ അടുത്തെത്താറായിട്ടൊന്നും പറയാനില്ല. ഇച്ചിരി കൂടി ഉണ്ടാവും, ഒരു മാസം 1.5 മാസം കൂടി. സോ ഈ ഒരു കാലയളവിൽ നമ്മൾ ഈ ഒരു ഓണം എക്സാമിന് എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ തന്നെ പഠിച്ചാൽ നമുക്ക് മാർക്ക് കൂടുമോ? നിങ്ങൾ തന്നെ പറ, കമന്റ് ചെയ്യണം. കൂടും? ഇല്ല, ഡെഫിനറ്റ്ലി നമ്മൾ കൂടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി സിസ്റ്റമാറ്റിക് ആയിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് സ്റ്റഡി പ്ലാൻ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കണം അല്ലേ? അതായത് നമ്മൾ ഓണം എക്സാമിന് പഠിച്ചതിനേക്കാൾ ഒരു മണിക്കൂർ അധികം, അല്ലെങ്കിൽ നിങ്ങൾ ഓണം എക്സാമിന് 1.5 മണിക്കൂറാണ് പഠിച്ചതെങ്കിൽ ഈ ഒരു ക്രിസ്മസ് എക്സാമിലേക്ക് വേണ്ടി നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ഒരു മണിക്കൂർ മാക്സിമം പഠിക്കണം. ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പഠിക്കുക. ശേഷം ഓരോ ദിവസവും ഇന്ന് തിങ്കളാഴ്ച ഞാൻ മാത്സ് ആട്ടോ പഠിക്കുന്നത്, ചൊവ്വാഴ്ച ഫിസിക്സ് ആട്ടോ, ബുധനാഴ്ച വ്യാഴാഴ്ച ആട്ടോ, ബുധനാഴ്ച ബയോളജി ആട്ടോ, അങ്ങനെ ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ പഠിച്ചു പോകാം. സ്റ്റഡി പ്ലാൻ ഓറിയന്റഡ് പഠിച്ചു പോകും. സോ അത് നമുക്ക് എന്ത് ചെയ്യും? ക്രിസ്മസ് എക്സാമിൽ 100% മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് ഒരു കൈത്താങ്ങാവുന്ന ഒരാളാണ്. അതും അടുത്ത പോയിന്റ്. രണ്ടാമത്തെ പോയിന്റിൽ നമ്മളൊരു എക്സാം നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സിലബസ് ചാപ്റ്റർ മൊത്തം നോട്ട് സ്കൂളിൽ എഴുതുന്നത് നോക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? അത് ഒരുപാടുണ്ട്. നമുക്ക് അങ്ങനെ നോക്കുന്നതിനേക്കാൾ ബെറ്റർ ഓരോ ചാപ്റ്ററിനെ പഠിച്ചു കഴിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഒരു A+ മൊഡ്യൂൾ പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ ഓരോ ചാപ്റ്ററിലും എക്സാമിന് എന്താണ് പഠിക്കുന്നത് ആ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ശേഷം അത് വെച്ചുള്ള ഓരോ ഫോർമുലകളും കാര്യങ്ങളും ഒക്കെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് പെട്ടെന്ന് ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റും. തോനെ എന്നിട്ട് പ്രാക്ടീസ് ചോദ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊരു അൾട്ടിമേറ്റ് കമ്പാക്റ്റിലെ രണ്ടാമത്തെ പോയിന്റ് ചെയ്ത് കണക്കാക്കാം. ആൻഡ് സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റഡി കൺസിസ്റ്റൻസി ഇസ് ദ പവർ ഓഫ് സക്സസ്. നമ്മൾ പഠിക്കുമ്പോൾ കൺസിസ്റ്റൻസി ആയിട്ട് പഠിക്കുക, അതൊരു പവർ ഓഫ് സക്സസ് ഒരു താക്കോൽ എന്ന് പറയാം. അതായത് ഇന്ന് പഠിച്ചു നാളെ പഠിച്ചില്ല, മറ്റന്നാൾ പഠിച്ചു അതിനെ പറ്റി പഠിച്ചു അങ്ങനെയല്ല. എല്ലാ ദിവസവും ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഒന്നാമത്തെ ദിവസം പഠിച്ചു, രണ്ടാമത്തെ ദിവസം പഠിച്ചു, മൂന്നാമത്തെ ദിവസം പഠിച്ചു. അതേപോലെ നമ്മൾ ഓരോ ദിവസവും ഒരാഴ്ചയിലെ 7 ദിവസം നമ്മൾ ഓരോ മണിക്കൂർ നമ്മൾ 7 മണിക്കൂറെ പഠിക്കും. ആ 7 മണിക്കൂർ നമുക്ക് ഒരുപാട് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഓരോ സിബി കാര്യങ്ങൾ ഞാൻ വെരിഫൈ എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അതിനാണ് എൻ്റെ ഗ്യാരണ്ടിയാണ്. നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ സ്മാർട്ടായിട്ട് നമുക്ക് ലേണിംഗ് ചെയ്യാം ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ, നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ ചാനലിൽ. ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ ഉറപ്പായിട്ട് കാണിക്കുക. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ ടഫായി തോന്നുന്നത് അത് എന്നോട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അത് സിംപ്ലിഫൈ ചെയ്ത് ക്ലാസ് എടുത്ത് തരാനായിട്ട് പഠിക്കുന്നത്. പക്ഷേ എനിക്കറിയില്ല, നിങ്ങളുടെ കുട്ടികളാണല്ലോ പഠിക്കുന്നത്, നിങ്ങൾ ഏതാണോ എനിക്ക് അറിയാത്ത വിഷയം അല്ലെങ്കിൽ അറിയാത്ത ടോപ്പിക് ഏതാണോ നിങ്ങൾ കമന്റ് ചെയ്യായിരുന്നെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്ത് അടിപൊളിയായിട്ട് എനിക്ക് അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഞാൻ പറയുന്നത് പോലെ ഒരു 1 മന്ത് നിങ്ങൾ പഠിച്ചു. ഞാൻ പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് ഒരു മന്ത് പഠിച്ചു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴുള്ള മാർക്ക് ഒരു ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ 40ൽ ഒരു 29 ആണെങ്കിൽ ക്രിസ്മസ് എക്സാമിൽ ഡെഫിനറ്റ്ലി 36 മാർക്ക് ഉറപ്പായിട്ട് ഒരു ഫിസിക്സിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അതേപോലെ ഓരോ സംഭവം ഉറപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വീഡിയോയുടെ കമന്റ് ബോക്സിൽ പറഞ്ഞോ, ഞാനത് ഉറപ്പായിട്ടും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇതേപോലെ നിങ്ങൾ പഠിക്കാനുള്ള അൾട്ടിമേറ്റ് കമ്പാക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാം 100% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. ദ എഡ്യൂക്കേഷൻ ഇസ് ദ പവർ ഓഫ് സക്സസ്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു വെപ്പണാണ് എഡ്യൂക്കേഷൻ. ഇസ് ബെസ്റ്റ് വെപ്പൺ. അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം വെരി 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 ലാർജ് വെപ്പണിലെ ഒരു വലിയൊരു ആയുധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാം. 10ാം ക്ലാസ് ആയിക്കോട്ടെ, 8 ആയിക്കോട്ടെ, 9 ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, അടിപൊളിയായിട്ട് പഠിക്കുക. ദിവസവും പഠിക്കുക, അടിപൊളിയാക്കുക. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ടോപ്പിക്കാണ് ഡൗട്ട് ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാം. ഉറപ്പായിട്ടും അത് സോൾവ് ചെയ്ത് നമുക്ക് ഡാൻസ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്ലാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ.